ഗുരുവായൂരപ്പന്റെ പള്ളിവേട്ട വിശേഷാട്ടോ. ഉത്സവത്തിന്റെ 9ാം ദിവസത്തിലാണ് പള്ളിവേട്ട നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം കുടികൊള്ളുന്ന പൊൻതിളമ്പ് പുറത്തേക്ക് എഴുന്നള്ളും. ആനപ്പുറത്തേറി തന്റെ ഭക്തരെയൊക്കെ കാണാൻ വേണ്ടി ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് ഒരു 5 ആനകളുടെ അകമ്പടിയോടുകൂടി പട്ടുകുടകളും വാദ്യങ്ങളും കുത്തുകൾക്കൊക്കെ ചേർന്ന് ഒരു എഴുന്നള്ളി വരവുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് അത്ര ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുക. ഒന്ന് ഈ പള്ളിവേട്ടയ്ക്കും പിറ്റേ ദിവസത്തെ ആറാട്ടിനും. ഈ സമയത്ത് തന്നെ ആയിരക്കണക്കിന് ആൾക്കാര് നിറപറയും നിലവിളക്കൊക്കെ വെച്ച് ഭഗവാനെ സ്വീകരിക്കും കേട്ടോ. ക്ഷേത്രത്തിന്റെ 4 വശത്തും മേളം കൊട്ടിക്കാര് പതുക്കെയാണ് ഗ്രാമപ്രദക്ഷിണം ചെയ്ത് ഭഗവാൻ വരിക. ഈ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഘോഷയാത്ര ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് തന്നെ തിരിച്ചു കയറും കേട്ടോ. അതിനുശേഷമാണ് പിന്നെ പള്ളിവേട്ട നടക്കുന്നത്. പള്ളിവേട്ടയ്ക്കായിട്ട് ഭഗവാൻ വീണ്ടും ആനപ്പുറത്ത് കയറി പുറത്തേക്ക് എഴുന്നള്ളി വരും കേട്ടോ. എന്നിട്ട് കിഴക്കേ നടയിലേക്ക് നീങ്ങും. ക്ഷേത്രക്കിഴക്കാരനായ പിഷാരടി പന്നി മനുഷ്യരുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ശംഖ് വിളിക്കുമ്പോഴേക്കും ഒരുപാട് ആളുകള് മൃഗങ്ങളുടെയൊക്കെ വേഷമൊക്കെ ധരിച്ചിട്ട് കുട്ടികളും എല്ലാവരും കൂടെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി അമ്പലത്തിനുള്ളിലേക്ക് ഓടിക്കയറും. അതിന്റെ പിന്നാലെ വേട്ടയാടിയിട്ട് ഭഗവാൻ ആനപ്പുറത്ത് ഇങ്ങനെ എഴുന്നള്ളി വരും.